കോഫി വിത്ത് അരുൺ. ബ്രേക്കിംഗ് എണ്ണമറ്റ ബ്രേക്കിങ്ങിലൂടെയാണ് നമ്മുടെ ഈ വാർത്താ പ്രഭാതം കടന്നു പോകുന്നത്. ബ്രേക്കിങ്ങിൽ നമുക്കൊപ്പം നിൽക്കുന്നത് അർജുൻ കല്യാടാണ്. അർജുൻ കല്യാടിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് നേതാക്കളെയൊക്കെ കാണാം. വിമത നേതാക്കളാണോ, ആ ദൃശ്യങ്ങളിൽ ആരാണെന്ന് വ്യക്തമല്ല. ഏതോ ഒരു ബ്രേക്കിംഗ് ആണ്, മാടായി ആണ് വിഷയം. എന്തോ തീരുമാനമായിട്ടുണ്ട്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. എന്താണ് ബ്രേക്കിംഗ്? അരുൺ, മാടായി കോളേജിലെ വിവാദ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസും MK രാഘവനുമുള്ള പോര് അത് യൂത്ത് കോൺഗ്രസിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിലും ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു. കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു. പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് പാർട്ടിയുമായി ഒരു പരിപാടിയിലും, കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും പങ്കെടുക്കേണ്ട എന്നുള്ള ഒരു ബഹിഷ്കരണത്തിലേക്ക് തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് ഈ മാടായി കോളേജിലെ നിയമന വിവാദം കോൺഗ്രസിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് മറ്റ് സംഘടനകളിലേക്ക് കൂടി, പോഷക സംഘടനകളിൽ കൂടി വ്യാപിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റിനോട്, രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ കാര്യം അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ വിവാദം അത് കെട്ടടങ്ങുന്നില്ല. കൂടുതൽ ഊർജ്ജമായി യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MK രാഘവന് MPക്കെതിരെ ഒരു നിലപാടെടുത്തുകൊണ്ട് രംഗത്തെത്തുന്നു. അല്പസമയം മുമ്പ് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിലും ഈ നിയമനത്തിലുള്ള അതൃപ്തി ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മാടായി കോളേജിലെ ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അത് കെട്ടടങ്ങുന്നില്ല. കൂടുതൽ നേതാക്കന്മാർ, അല്ലെങ്കിൽ കൂടുതൽ നേതാക്കളും പ്രവർത്തകരും ഇത്തരത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട്, ചിലർ രാജിവെച്ചുകൊണ്ട്, ചിലർ പാർട്ടി പരിപാടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത് വലിയ ഒരു സംഭവ വികാസമായി തന്നെ കണ്ണൂരിനെ പിടികൂടുകയാണ്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് കല്യാശ്ശേരി മണ്ഡലം, അതായത് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരയിൽ, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള മിഥുൻ കെ, ഷിജു കല്ലയിൽ, നിതിൻ NE, വൈസ് പ്രസിഡന്റ് നിതീഷ് TV, മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള സനീഷ് MP, സരീഷ് പുത്തൂർ, ശ്രീരാഗ് ബാബു, പ്രജീഷ് കിയറ, ശോഭിത് CK, അജേഷ് KS തുടങ്ങിയിട്ടുള്ള ഒരു പറ്റം നേതാക്കൾ തന്നെ. വളരെ പ്രധാനപ്പെട്ട കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹി അടക്കം ഇപ്പോൾ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് അർജുൻ കല്യാട് എത്തിച്ചിരിക്കുന്നത്. മാടായി കോളേജ് നിയമന വിവാദത്തിൽ കണ്ണൂർ യൂത്ത് കോൺഗ്രസിലും പൊട്ടിത്തെറിയാണ്. കൂട്ടരാജിക്ക് തയ്യാറെടുക്കുകയാണ് നേതാക്കൾ. ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അടക്കമുള്ളവരാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയെ വിവരം അറിയിച്ചിരിക്കുന്നത്. കണ്ണൂരിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിൽ കണ്ടും ഈ നിലവിൽ വിജിൽ മോഹൻ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മാനങ്ങൾ വലുതാണ്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ MK രാഘവൻ MP ഒരു ഭാഗത്തും, മറുഭാഗത്ത് DCCയും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗവുമെല്ലാം രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.